എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇന്ന് OTT റിലീസ് ഉണ്ട്. ബാന്ദ്ര, ദാവീദ്, ഡൊമിനിക്, ഓഫീസർ, രേഖാചിത്രം, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ വർഷത്തെ ഹിറ്റായ സിനിമയായിരുന്നു രേഖാചിത്രം. ആസിഫ് അലി, അനശ്വര രാജാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് നല്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സോണി ലീവിലാണ് രേഖാചിത്രം ഇന്ന് റിലീസായിരിക്കുന്നത്. എല്ലാ ലാംഗ്വേജിലും സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയാണ്. സൗബിൻ, അനൂപ് മേനോൻ, ഭാവന തുടങ്ങി ഒരുപാട് പേര് നടികർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടതുകൊണ്ട് OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴത്തെ ഒടുവിൽ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോണിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും നടികർ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കുടുംബസ്ഥൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അത്യാവശ്യം നല്ല പ്രതികരണമാണ് കുടുംബസ്ഥനെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഗുഡ് നൈറ്റ് സിനിമയിലെ നായകനാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ കുടുംബസ്ഥൻ എന്ന സിനിമ ഇന്ന് C5-ൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് തണ്ടൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. സായ് പല്ലവി, നാഗചൈതന്യയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു റൊമാൻറ്റിക്കൽ മൂവിയാണ് തണ്ടൽ. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് തണ്ടലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഭാഷകളിലും സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് സ്കൈ ഫോഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. അക്ഷയ് കുമാറാണ് സിനിമയിൽ പ്രധാന കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്നലെ സർപ്രൈസ് ആയിട്ട് സ്കൈ ഫോഴ്സ് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സീക്രട്ട് വുമൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. അജു വർഗീസാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സീക്രട്ട് വുമൺ എന്ന സിനിമ ഇന്ന് സൺ നെക്സ്റ്റിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഓഫീസർ. മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ജഗദീഷ് കുഞ്ചാക്കോ ബോബനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഓഫീസർ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഓഫീസർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മാർച്ച് മാസം ലാസ്റ്റ് വീക്കിൽ ഓഫീസർ ഓൺ ദി ഡ്യൂട്ടി എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് മിക്സഡ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഡൊമിനിക് സിനിമ പെട്ടെന്ന് ഔട്ടായി. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഡൊമിനിക് സിനിമയുടെ OTT ആമസോൺ പ്രൈം ഒഫീഷ്യലി വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മാർച്ച് 8 അതായത് ഇന്ന് രാത്രി ഡൊമിനിക് സിനിമ റിലീസാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഡൊമിനിക് വരുമെന്നത് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ദാവീദ്. ആന്റണി വർഗീസാണ് സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ദാവീദിന് വേണ്ടത്ര അഭിപ്രായം ലഭിച്ചിട്ടില്ല. ഒരു ബോക്സിംഗ് കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ദാവീദ് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോണിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മാർച്ച് 15 ശേഷമായിരിക്കും ദാവീദ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു ഹണ്ട്. എന്നിട്ട് സിനിമയുടെ OTT വന്നിട്ടില്ല. ആരാധകർ കാത്തിരുന്ന് മടുത്തു. ഭാവന, രഞ്ജി പണിക്കർ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട്. സിനിമയുടെ OTT നേരത്തെ തന്നെ ആമസോൺ പ്രൈം വാങ്ങിച്ചതാണ്. പക്ഷെ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഹണ്ട് സിനിമ അങ്ങനെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. മാർച്ച് മാസത്തിൽ ഹണ്ട് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മാർച്ച് 25-ന് ഹണ്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അവസാനത്തെ അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു ബാന്ദ്ര. നല്ല ഹൈപ്പോട് കൂടിയാണ് ബാന്ദ്ര വന്നിട്ടുണ്ടായിരുന്നത്. തമന്ന, ദിലീപ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഗാങ്സ്റ്റർ മൂവിയാണ് ബാന്ദ്ര. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഉടനെ തന്നെ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സർപ്രൈസ് ആയിട്ടായിരിക്കും ബാന്ദ്ര സിനിമയുടെ OTT റിലീസ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.